പേൻ പെരുകൾ തടയുന്നത് ഏതുവിധം? ശരിയായ കേശശുദ്ധിയാണ് പേൻ ഒഴിവാക്കാനുള്ള മാർഗങ്ങളിൽ പ്രധാനം. പലപ്പോഴും അധികം തഴച്ചു വളരുന്ന നീളം കൂടിയ മുടികളിലാണ് പേൻ ശല്യം കൂടുതലായി കാണുന്നത്. സാമാന്യം വൃത്തിയുള്ള മുടിയാണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് പേൻ പകർന്നു പിടിക്കാറുണ്ട്. ചീർപ്പ്, ബ്രഷ്, ഉറുമാൽ, തൊപ്പി മുതലായവയിൽ കൂടി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പേൻ പകരുന്നു. ഒരിക്കൽ മുടിയിൽ എത്തിക്കഴിഞ്ഞാൽ അവ അവിടെ ഇരുന്ന് മുട്ടയിട്ട് പെരുകിക്കൊണ്ടിരിക്കും. ക്രമാതീതമായി പേൻ വർദ്ധിക്കുകയാണെങ്കിൽ പനി ഉണ്ടാകുവാനും അതൊരു കാരണമാകും. പേൻ വർദ്ധിക്കാതിരിക്കുന്നതിന് ആരംഭത്തിൽ തന്നെ പ്രതിവിധികൾ നടത്തേണ്ടതാണ്. ഇവയുടെ മുട്ടകൾ നശിപ്പിക്കുന്നതിന് ഘനം കുറഞ്ഞ പല്ലുകളോട് കൂടിയ പേൻ ചീപ്പുകൾ ഉപയോഗിച്ച് ഈരണം. അല്ലെങ്കിൽ അവ പെരുകി അപകടം സൃഷ്ടിക്കും. വിപണിയിൽ സുലഭമായ പേൻ നിർമ്മാർജ്ജന വസ്തുക്കളും ഇതിനുപയോഗിക്കാവുന്നതാണ്. താരനെന്ത് എങ്ങനെ തടയാം? ഒരുതരം രോഗബാധയാണിത്. മാനസികമായ പിരിമുറുക്കം കൂടുന്നതനുസരിച്ച് താരനുള്ളവർക്ക് അതിൻ്റെ ശല്യവും വർദ്ധിക്കും. ചൊറിയുന്നതിനനുസരിച്ച് അതിൽ നിന്നും ഗോതമ്പിൻ്റെ ഉമി പോലുള്ള സ്കെയിലുകൾ ഇളകും. തലയിൽ താരനുണ്ടായാൽ മുടി കൊഴിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. താരൻ രൂക്ഷമായാൽ അതുമായി ബന്ധപ്പെട്ട് പല ത്വക്ക് രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട്. താരൻ്റെ ശല്യം പരിപൂർണമായി ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. മൈലാഞ്ചിയുടെ പച്ചയിലയോ ഉണക്കിയെടുത്ത ഇലയുടെ പൊടിയോ വെള്ളവുമായി കലർത്തി തലയിൽ പുരട്ടിയതിനു ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക. ചെറുനാരങ്ങ നീര് 2 ചെറുനാരങ്ങ എടുത്ത് അതിൻ്റെ നീര് ഇഴിഞ്ഞെടുക്കണം. അത്രയും നീരിനെ നഷ്ടമാകാതെ തലയോട്ടിയിൽ പുരളത്തക്ക വിധത്തിൽ തിരുമി ചേർക്കുക. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയാം. ഇത് താരന് പറ്റിയ ഒരു ഔഷധമാണ്. ചെറുനാരങ്ങ നീരിനും മൈലാഞ്ചിക്കും രോഗപ്രതിരോധ ശക്തി കൂടിയുണ്ട്. 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അതിൽ 2.5 സ്പൂൺ തേയില ഇട്ടതിന് ശേഷം തണുക്കാൻ വയ്ക്കുക. നന്നായി തണുത്തതിന് ശേഷം ഈ തേയില വെള്ളത്തെ തലയിൽ ഒഴിച്ച് മുടിയെ തലയോട്ടിയിൽ അമർത്തി 5 മിനിറ്റ് സമയം നന്നായി തിരുമുക. അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. കീഴാർനെല്ലി ചതച്ച് താളിയാക്കി ആഴ്ചയിൽ 2 പ്രാവശ്യം വീതം 6 മാസം പുരട്ടണം. ഉണക്കനെല്ലിക്ക, രാമച്ചം ഇവ വെന്ത വെള്ളം തണുപ്പിച്ച് തല കഴുകണം. കടുകരച്ച് തലയിൽ പുരട്ടി കഴുകുക. ആഴ്ചയിൽ 2 പ്രാവശ്യം ഇത് ആവർത്തിക്കുക. ചെറുപയർ അരച്ച് തൈരിൽ കലക്കി താളിയാക്കി തലയിൽ പുരട്ടാം. ഉലുവയിട്ട് കാച്ചിയ എണ്ണ തേക്കുക. അല്ലെങ്കിൽ ഉലുവ പൊടിച്ച് തലയോട്ടിയിൽ തിരുമ്മി പിടിച്ച് കുളിക്കുക. ഉമ്മത്തിൻകായ് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് തലയിൽ പുരട്ടിയാൽ മുടിപൊഴിച്ചിൽ ഒഴിവാക്കാം. മുടിപൊഴിച്ചിലിന് ഉലുവയിട്ട് കാച്ചിയ എണ്ണ തേക്കുക. അല്ലെങ്കിൽ ഉലുവ പൊടിച്ച് തലയോട്ടിയിൽ തിരുമ്മി പിടിപ്പിച്ച് കുളിക്കുക. ഉമ്മത്തിൻകായ് ഇടിച്ചു പിഴിഞ്ഞ നീരെടുത്ത് തലയിൽ പുരട്ടിയാൽ മുടിപൊഴിച്ചിൽ ഒഴിവാക്കാം. മുടി വട്ടത്തിൽ കൊഴിയുന്നതിന് തുരിശ്, അനശില, കുരുമുളക് ഇവ സമം ചേർത്ത് അരച്ച് തലയിൽ തേക്കണം. കൊടുവേലി, അരളി, പിച്ചകത്തിൻ്റെ ഇല ഇവ ചേർത്ത് എണ്ണ കാച്ചി പുരട്ടുക. മുന്തിരിക്കുരു അരച്ച് പേസ്റ്റാക്കി തലയിൽ പുരട്ടിയാൽ മുടി വട്ടത്തിൽ കൊഴിയുന്നത് തടയാം. മുടി വൃത്തിയാക്കാൻ ചെമ്പരത്തിയില, മൈലാഞ്ചിയില, കറിവേപ്പില ഇവ 1 പിടി വീതം എടുത്ത് 2 സ്പൂൺ ഉലുവയും 2 പച്ച നെല്ലിക്കയും അരച്ച് 2 സ്പൂൺ തൈരും ചേർത്ത് തലയിൽ പുരട്ടി തേച്ച് കഴുകി മുടി വൃത്തിയാക്കാം. തലമുടി വളരാൻ 7 മാർഗങ്ങൾ. 2-3 ദിവസം പഴക്കം വന്ന തേങ്ങാ ചിരവി അല്പം വെള്ളം ചേർത്ത് അരച്ച് മുടിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ചീവയ്ക്കാപ്പൊടി കൊണ്ട് തേച്ച് കഴുകുക. കഞ്ഞിവെള്ളം പിറ്റേ ദിവസം എടുത്ത് തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുളിക്കുക. പുളിച്ച തൈരിൽ നാരങ്ങാ നീരും ചേർത്ത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകുക. കശകശ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് നന്നായി അരച്ച് മുടിയിലും തലയോട്ടിയിലും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകുക. ഇളം നരയുള്ളവർ അരികമ്പുല്ല് ചെറിയ കഷ്ണങ്ങളാക്കി നല്ലെണ്ണയിലിട്ട് സൂര്യപ്രകാശത്തിൽ ഒരാഴ്ച വെച്ചതിന് ശേഷം അത് തലയിൽ തേച്ച് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. ചെമ്പരത്തിയില, കറിവേപ്പില ഇവ 2 അരച്ച മിശ്രിതം തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കുളിക്കുക. ദിവസവും വെളിച്ചെണ്ണ തലയിൽ തേച്ച് മുടിയിലെ ഉടക്ക് കളഞ്ഞ് അറ്റം വരെ പിന്നി വെച്ചാൽ മുടിയുടെ അറ്റം പൊട്ടാതെ ഇരിക്കും. മനോഹരമായ മുടിക്ക് ചില നിർദ്ദേശങ്ങൾ. സന്തുലിതമായ ആഹാരം. ശരീരത്തിലെ ഓരോ ഭാഗത്തിൻ്റെയും വളർച്ചയ്ക്ക് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിനുകൾ, മിനറൽസ്, ഫാറ്റ് എന്നിവ ചേരുംപടി ചേർന്നാലേ പറ്റൂ. ഇവ അതാതിൻ്റെ അനുപാതത്തിനനുസരിച്ച് കൃത്യമായ ആഹാരത്തിലൂടെ ശരീരത്തിലെത്തിയാൽ ശരീര സൗന്ദര്യവും തിളക്കമുള്ള കണ്ണുകളും ശക്തിയുള്ള പല്ലുകളും സമൃദ്ധമായ മുടിയും താനേ ഉണ്ടായിക്കൊള്ളും. നല്ലൊരു പ്രഭാത ഭക്ഷണം ഇതിനാവശ്യമാണ്. ഇതിനോടൊപ്പം പഴവർഗ്ഗങ്ങളും പാലും 1 മുട്ടയും കൂടി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കുറഞ്ഞത് ദിവസവും 8 ഗ്ലാസ് ശുദ്ധജലം ഓരോ വ്യക്തിയും കുടിക്കേണ്ടതാണ്. ഉപ്പ് കഴിയുന്നതും കുറയ്ക്കുക. പഞ്ചസാരയും ഒരളവ് വരെ കുറയ്ക്കുന്നത് നല്ലതാണ്. സ്ഥിരമായ വ്യായാമം.
കൃത്യമായ വ്യായാമം ശരീരത്തിലെ രക്തധമനികളെ ഉദ്ദീപിപ്പിക്കുകയും രക്തം ത്വക്കിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യും. ഇത് മുടിയുടെ മൂടിന് വളരാനുള്ള ഉത്തേജനം നൽകുകയും ചെയ്യും. ദിവസം 20 മിനിറ്റിൽ കൂടുതൽ വ്യായാമം ചെയ്യേണ്ട കാര്യമില്ല, എന്നാൽ പതിവായി ചെയ്യുക. ഉറക്കം. സുഖകരമല്ലാത്ത കൃത്യനിഷ്ഠയില്ലാത്ത ഉറക്കം കണ്ണുകളുടെ തിളക്കം കുറയ്ക്കുകയും മുടിയുടെ വളർച്ച തകർക്കുകയും ചെയ്യും. നന്നായി ഉറങ്ങാത്ത ആളുകളുടെ 75 മുടിയെങ്കിലും കൊഴിഞ്ഞു പോകും. ഉറക്കമില്ലാത്തവരുടെ മുടിയുടെ മൂട് വരണ്ടു പോകുന്നു. ഇതുമൂലമാണ് മുടി പൊഴിയുന്നത്. നിത്യവും 10 മണിക്ക് ഉറങ്ങുക എന്നത് ഒരു ശീലമാക്കി മാറ്റണം. ഉച്ചയ്ക്ക് ശേഷം സാധിക്കുമെങ്കിൽ 20 മിനിറ്റ് മയങ്ങുന്നതും നല്ലതാണ്. ശുഭാപ്തി വിശ്വാസം. നിരവധി ആളുകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് സംഘർഷം സ്വയം ഉണ്ടാക്കുന്നവരാണ്. ഏത് പ്രശ്നത്തെയും ശുഭാപ്തി വിശ്വാസത്തോടെ നേരിടുവാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ശാരീരിക വിശ്രമം. വീട്ടിൽ അധ്വാനിക്കുന്ന സ്ത്രീകൾക്കും ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്കും ഒന്നിനും സമയമില്ല എന്ന പരാതിയേ പറയാനുള്ളൂ. എന്നാൽ ഒരു ദിവസം എപ്പോഴെങ്കിലും കുറേ സമയം വിശ്രമത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുക. ഈ സമയത്ത് നല്ല പാട്ടുകൾ കേൾക്കാം. അത് കഴിഞ്ഞ് അല്പം ഒന്ന് മയങ്ങുകയുമാകാം. ഇതിനു സമയം കണ്ടെത്തിയാൽ നിങ്ങളുടെ സന്ധ്യകൾ കൂടുതൽ ഓജസ്സുറ്റവയായിരിക്കും. മാനസിക വിശ്രമം. ശരീരത്തിന് എന്ന പോലെ മനസ്സിനും നാം കുറേയൊക്കെ വിശ്രമം കൊടുക്കേണ്ടതാണ്. ഇതിന് യോഗാസന മുറകൾ നിങ്ങളെ സഹായിക്കും. അതിനായി 1-2 യോഗാസന മുറകൾ അഭ്യസിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇത്രയുമായാൽ ഒരു പരിധി വരെ നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടും. ഇവയ്ക്ക് പുറമെ നിത്യവുമുള്ള മുടി സംരക്ഷണം കൂടി ആവശ്യമാണ്.